കർണാടകയിലെ സോമവാർപേട്ട മാധാപുരത്തെ മാച്ചണ്ട ബൊപ്പണ്ണ മല്ലിക ദമ്പതികളുടെ മകനാണ് രോഹൻ ബൊപ്പണ്ണ. 1980 മാർച്ച് 4-നായിരുന്നു ജനനം. ടെന്നീസിനോടുള്ള സ്നേഹം മൂത്ത് പഠനകാലത്താണ് രോഹൻ ബാംഗ്ലൂരിലേക്ക് ചേക്കേറിയത്. 11-ാം വയസ്സ് മുതൽ ടെന്നീസ് കളിച്ചു തുടങ്ങിയ രോഹൻ 2002-ൽ ഇന്ത്യയുടെ ഡേവിസ് കപ്പ് ടീമിലെത്തി. പിന്നീട് ലോകത്തെ മികച്ച ഡബിൾസ് കളിക്കാരൻ എന്ന നിലയിൽ ശ്രദ്ധേയനായി. 2010-ൽ ഡേവിസ് കപ്പിൽ ബ്രസീലിനെ തോൽപ്പിച്ച് ഇന്ത്യയെ വീണ്ടും ലോക ഗ്രൂപ്പിൽ എത്തിച്ചതും വൻ വാർത്തയായി. രോഹൻ ബൊപ്പണ്ണ എന്ന ടെന്നീസ് കളിക്കാരന്റെ ജീവിതത്തിലെ മികച്ച നേട്ടങ്ങളിലേക്കുള്ള യാത്രയെ ഇങ്ങനെ ചുരുക്കി പറയാം. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച നടന്ന പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ സിമോൺ ബോറലി ആൻഡ്രെ വാവസോറി സഖ്യത്തെയാണ് ബൊപ്പണ്ണയും ഓസ്ട്രേലിയൻ താരം മാത്യു എബ്ദനും നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയത്. സ്കോർ 7-6, 7-5. ആദ്യ സെറ്റിൽ ടൈ ബ്രേക്കറിലും രണ്ടാം സെറ്റിലെ കടുത്ത വെല്ലുവിളിയും മറികടന്നാണ് ഇന്ത്യ ഓസ്ട്രേലിയ സഖ്യം ചരിത്ര നേട്ടത്തിലേക്ക് നടന്നു കയറിയത്. ആദ്യ റാങ്കിങ്ങിലെ ലോക റെക്കോർഡ്, പിന്നെ പത്മശ്രീ, ഒടുവിൽ ഇപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ. 43-ാം വയസ്സിൽ സ്വപ്ന നേട്ടങ്ങൾ ഓരോന്നായി വെട്ടിപ്പിടിക്കുന്ന രോഹൻ ബൊപ്പണ്ണയെ കണ്ട് ആരാധകർ പറയുകയാണ്, പ്രായം വെറും അക്കങ്ങൾ മാത്രം. രോഹൻ ബൊപ്പണ്ണയുടെ 2ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. പുരുഷ ഡബിൾസിൽ ലോക റാങ്കിങ്ങിൽ 1ാമതെത്തുന്ന പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും ബൊപ്പണ്ണയ്ക്ക് സ്വന്തമാണ്. ലിയാൻഡർ പേസ്, മഹേഷ് ഭൂപതി, സാനിയ മിർസ എന്നിവർക്കു ശേഷം ഡബിൾസ് റാങ്കിങ്ങിൽ 1ാമതെത്തുന്ന 4ാമത്തെ ഇന്ത്യക്കാരനാണ് ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണ ഉൾപ്പെടെ 6 കായിക അംഗങ്ങൾക്ക് പത്മശ്രീ നൽകുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. പാക് താരം ഐസം ഖുറേഷിയുമായി ചേർന്ന് ഒരു തവണ വിംബിൾഡൺ ക്വാർട്ടർ ഫൈനലിലും 2010-ൽ US ഓപ്പൺ ഫൈനലിലും എത്തി. പാക് ഇന്ത്യൻ എക്സ്പ്രസ് എന്നറിയപ്പെട്ടിരുന്ന സഖ്യം US ഓപ്പൺ തോൽവിയോടെ വേർപിരിയുകയായിരുന്നു. ലിയാൻഡർ പേസുമൊത്ത് ഡബിൾസ് കളിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ചും രോഹൻ ഒരു കാലത്ത് വിവാദ നായകനുമായി. 2017-ലായിരുന്നു രോഹൻ ബൊപ്പണ്ണ കരിയറിലെ ആദ്യ ഗ്രാൻഡ് സ്ലാം വിജയിച്ചത്. താരത്തിനന്ന് പ്രായം 37 വയസ്സ്. ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ കനേഡിയൻ പങ്കാളി ഗബ്രിയേല ഡാബ്രോവിസ്കിയുമായി ചേർന്നാണ് ബൊപ്പണ്ണ ആ ചരിത്ര നേട്ടം കുറിച്ചത്. 2-6, 6-2, 12-10 സ്കോറിനാണ് ജർമ്മനിയുടെ അന്നാലീന കൊളംബിയയുടെ റോബർട്ട് ഫാറ സഖ്യത്തെ രോഹനും സംഘവും തോൽപ്പിച്ചത്. കരിയറിലെ 2ാമത്തെ ഗ്രാൻഡ് സ്ലാം ഫൈനലായിരുന്നു ഈ കഴിഞ്ഞത്. ആദ്യ സെറ്റ് 2-6 നഷ്ടപ്പെട്ട ശേഷം 2ാം സെറ്റിൽ അതേ സ്കോറിന് രോഹൻ സഖ്യം വിജയിച്ചു. 12-10 നിർണായകമായ 3ാം സെറ്റിൽ വിജയം നേടാൻ കഴിഞ്ഞത്. ഇന്ത്യക്ക് വേണ്ടി ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന 4ാമത്തെ താരമെന്ന നേട്ടത്തിലേക്ക് ഇതോടെയാണ് ബൊപ്പണ്ണ എത്തിയത്. മികച്ച സർവീസിനുടമയായ റോബർട്ട് ഫാറ സഖ്യം നിർണായകമായ 3ാം സെറ്റിൽ ഇഞ്ചോടിഞ്ച് പൊരുതിയാണ് കീഴടങ്ങിയത്. ഒപ്പം ഉദിച്ചുയർന്നവരെല്ലാം കോർട്ടിൽ നിന്ന് അസ്തമിക്കുന്ന കാലത്ത് രോഹൻ ബൊപ്പണ്ണ ടെന്നീസ് കോർട്ടുകളിൽ കത്തിജ്വലിക്കുകയാണ്. മലയാളിയായ രാജ്യാന്തര ടെന്നീസ് ഫെഡറേഷന്റെ ലെവൽ 3 കോച്ചായ ബാലചന്ദ്രനായിരുന്നു രോഹൻ ബൊപ്പണ്ണയുടെ ജൂനിയർ തല കോച്ച്. ഒട്ടേറെ കായിക താരങ്ങൾ 30 വയസ്സിനു ശേഷം വിരമിക്കുമ്പോഴാണ് രോഹന്റെ ഈ വിജയത്തിന്റെ ഭംഗിയും പ്രാധാന്യവും ആവശ്യങ്ങൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിന്റെ പരിശീലനവും. അധികമായി ഒന്നും ചെയ്യില്ല, ആവശ്യത്തിന് വിശ്രമം, കൃത്യമായ ഭക്ഷണക്രമം തുടങ്ങിയവ ഉദാഹരണം. ഈ പ്രായത്തിൽ വന്നതല്ല, ചെറുപ്പം മുതൽ ശീലിച്ചു പോന്ന അച്ചടക്കമാണത്. 20 വർഷങ്ങളായിട്ടുള്ള ആ അച്ചടക്കത്തിന്റെ വിജയമാണ് ഇന്നലെ കണ്ടത്. തീർച്ചയായും 2024 രോഹന്റെ വർഷമാകും. രോഹൻ ബൊപ്പണ്ണയുടെ വിജയത്തെക്കുറിച്ചുള്ള ആ പഴയ മലയാളി പരിശീലകന്റെ വാക്കുകളാണിത്. തന്റെ കരിയറിന്റെ തുടക്കത്തിൽ സിംഗിൾസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ബൊപ്പണ്ണ വളരെ വേഗമാണ് ഡബിൾസിലേക്ക് സ്വിച്ച് ചെയ്തത്. സാനിയ മിർസയ്ക്കൊപ്പം മിക്സഡ് ഡബിൾസിലും ബൊപ്പണ്ണ അവിസ്മരണീയമായ നേട്ടങ്ങൾ രാജ്യത്തിനായി സമ്മാനിച്ചിട്ടുണ്ട്. 2024-ലെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് രോഹൻ ബൊപ്പണ്ണയുടെ ആസ്തി $5 മില്യൺ. 2023-ൽ മാത്യു എബ്ദനൊപ്പം ഖത്തർ എക്സോൺ മൊബിൽ ഓപ്പണും ഇന്ത്യൻ വെൽസും ഉൾപ്പെടെ 2 ഡബിൾസ് കിരീടങ്ങൾ അദ്ദേഹം നേടി. ബൊപ്പണ്ണ തന്റെ കരിയറിൽ ഇതുവരെ $4.5 മില്യൺ സമ്മാനത്തുകയായി നേടിയിട്ടുണ്ട്. 2024-ൽ ഇതുവരെ $9,000 സമ്മാനത്തുകയായി നേടിയത്. സിംഗിൾസിൽ നിന്ന് $2,30,490 മാത്രമേ
അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ. സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് അദ്ദേഹത്തിന്റെ പ്രധാന സ്പോൺസർ. വെഗൻ ഫുഡ് ആൻഡ് പ്ലാന്റ് അധിഷ്ഠിത ഇറച്ചി കമ്പനിയായ ഗുഡോട്ടിന്റെ അംബാസിഡർ കൂടിയാണ് അദ്ദേഹം. 2013 ഒരു കോഫി കമ്പനി ആരംഭിച്ച് ബൊപ്പണ്ണ ബിസിനസ് ലോകത്തേക്കും ചുവടുവെച്ചു. 2016 രോഹൻ ബൊപ്പണ്ണ ടെന്നീസ് അക്കാദമിയും സ്വന്തം നഗരത്തിൽ സ്ഥാപിച്ചു. 2012 രോഹൻ ബൊപ്പണ്ണ വിവാഹിതനാകുന്നത്. മനഃശാസ്ത്രജ്ഞയായ സുപ്രിയ അന്നയ്യയാണ് ഭാര്യ. ഭാര്യയ്ക്കൊപ്പം ബാംഗ്ലൂരിലാണ് ബൊപ്പണ്ണ ഇപ്പോൾ താമസിക്കുന്നത്. മികച്ച ടെന്നീസ് കളിക്കാരൻ എന്നതിലുപരി സാമൂഹിക പ്രവർത്തനങ്ങളിലും രോഹൻ ബൊപ്പണ്ണ വളരെ സജീവമാണ്. തന്റെ ജന്മനാടായ കൂർഗിൽ ശാരീരിക വൈകല്യമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി സ്കൂളിനായി ഫണ്ട് ശേഖരിക്കാൻ രോഹൻ ബൊപ്പണ്ണ സഹായം നൽകുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ദന്തചികിത്സ നൽകുന്നതിനും സൗജന്യ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പുകളിലൂടെ ആളുകളെ സഹായിക്കുന്നതിനും അദ്ദേഹം മുൻകൈയെടുക്കുന്നു.